നമ്മുടെ ന്യൂ നിലമ്പൂർ ഫർണിച്ചർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ? ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? തേക്കിന്റെ സ്വന്തം നാടായ നിലമ്പൂർ, പൂക്കോട്ടുംപാടം സമീപം, തോട്ടേക്കാട്. 6ാം ക്ലാസ്സുകാരൻ ആരവ് മുൻ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സ്രാമ്പിക്കല്ല് UDF സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ചത് കൗതുകമായി. വോട്ട് അഭ്യർത്ഥിച്ച് പ്രവർത്തകർ നൽകിയ അഭ്യർത്ഥനാ കത്തിലെ ചിത്രം നോക്കിയാണ് ആരവ് സ്ഥാനാർത്ഥിയായ രാമനെ വരച്ചത്. ആരവിനെ പ്രവർത്തകർ ആദരിക്കുകയും ചെയ്തു. പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ EK മുരളീധരന്റെ മകനാണ് ആരവ്. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരവ് തന്റെ മുന്നിൽ കിടന്ന അഭ്യർത്ഥന കത്തിലെ ചിത്രങ്ങൾ തന്റെ ഡ്രോയിംഗ് ബുക്കിൽ വരച്ചു. ജീവൻ തുടിക്കുന്ന സ്ഥാനാർത്ഥിയായ രാമനെയും ചിഹ്നവുമാണ് ആരവ് കടലാസ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചത്. തന്റെ ഡ്രോയിംഗ് ബുക്കിൽ മോഹൻലാലിനെയും ദൈവങ്ങളെയും കാർട്ടൂൺ കഥാപാത്രങ്ങളെയും എല്ലാം ആരവ് ഭംഗിയായി വരച്ചിട്ടുണ്ട്. അമ്മ പ്രജിഷയും മുത്തശ്ശി ജാനകിയും പ്രോത്സാഹനവും നൽകി. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ആരവ് സ്ഥാനാർത്ഥിയെ വരച്ചത്. തന്റെ മുന്നിൽ കാണുന്ന പത്രങ്ങളും മറ്റ് കടലാസുകളും നോക്കി ആരവ് തന്റെ വീടിന്റെ വരാന്തയിലിരുന്ന് വരയ്ക്കുന്നതാണ് പതിവ്. ഇവിടെ തന്റെ വായനാമുറിയുടെ ചുമരിൽ പൂവുകളും മറ്റും വരച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. ആരവിന്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നയാളാണ് പിതാവ് മുരളീധരൻ. യുവജനോത്സവങ്ങളിലൊന്നും ആരവ് കാര്യമായി പങ്കെടുത്തിട്ടില്ല. അതേസമയം സ്ഥാനാർത്ഥിയെ വരച്ചതോടെ ആരവിന്റെ വരകൾ എല്ലാം വൈറലായിട്ടുണ്ട്. എൻ്റെ പേര് ആരവ്. ഞാൻ പഠിക്കുന്ന 6ാം ക്ലാസ്സിലാണ്. ഞാൻ GHSS പുല്ലങ്കോടിലാണ്. പുല്ലങ്കോട് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് 11 വയസ്സായിട്ടുണ്ട്. ഡ്രോയിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ടോ സ്കൂളിൽ? ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ് ഞാൻ ചേരലുണ്ട്. എന്തെങ്കിലും പിന്നെ സമ്മാനങ്ങളോ സബ് ജില്ലാ തലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. എപ്പോൾ മുതലാണ് ഈ വര തുടങ്ങിയത്? എനിക്ക് ഒരു 4ാം ക്ലാസ് തൊട്ട് ഇതിനൊരു ചെറിയ ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരച്ചങ്ങനെ ശീലമായത്. എനിക്ക് ഈ രാമേട്ടൻ്റെ പോസ്റ്റർ വരയ്ക്കാനുണ്ടായ സാഹചര്യം എന്താ? വീട്ടിൽ ഇങ്ങനെ അഭ്യർത്ഥന കത്ത് കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ വരയ്ക്കാൻ നല്ലതെന്ന് തോന്നിയിരുന്നു. അപ്പോൾ വരയ്ക്കാൻ പറ്റിയ സമയത്ത് നോക്കി വരച്ചതാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.